ഞാൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് കോട്ടൺ ഫാബ്രിക്കാണ്. നല്ല കളർ കോമ്പിനേഷനാട്ടോ. ഡെയിലി യൂസ് ആയിട്ട് ഉദ്ദേശിച്ച് വരുന്നതാണ്. കൂടുതലും ഇങ്ങനത്തെ മോഡലൊക്കെ സ്ഥിരം ഇങ്ങനെ മാറി മാറി വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഐറ്റംസാണ്. നല്ല ബാട്ടിക്കിൻ്റെ നല്ലൊരു പ്രിൻ്റ് യോക്ക് പോർഷനുണ്ട്. ദുപ്പട്ടയിലും സെയിം ആട്ടോ. ദുപ്പട്ട ആക്ച്വലി നമുക്ക് കോട്ടൻ്റെ തന്നെ നമ്മുടെ റയോൺ ഒക്കെ വരത്തില്ലേ, ആ ഒരു ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. ടോപ്പിന് മെറ്റീരിയൽ പ്യുവർ കോട്ടൺ. അപ്പോൾ അതിൽ കാത്ത ഡിസൈൻ വരുന്ന ആ സൈസ് കോട്ടനാണ്. ബോട്ടം കോട്ടൺ തന്നെയാണ് കേട്ടോ. അതിലും ബാട്ടിക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട് മെറ്റീരിയലിന്. നമ്പർ AJ 529, റേറ്റ് 990 രൂപയുള്ളൂ. 999. ഇതിൽ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ആഷ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആട്ടോ. ഇത് നല്ലതാണ്, കാണാൻ നല്ല ലുക്കായി തയ്ച്ചിട്ട് കഴിഞ്ഞാൽ. ബാക്കിയെല്ലാം സെയിം ആണ്. ചെറിയ ഗ്ലാസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. ഞാൻ പറയാം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ, മടക്കി വെച്ചേക്കുന്ന. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടം ആ ഒരു സെയിം റെഡ് ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട സെയിം തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസം തിരിഞ്ഞു പോയി തോന്നുന്നു. അല്ല ശരിയാ, ഫുള്ളായിട്ട് ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ ഒരു മിക്സഡ് ടൈപ്പ് ഡിസൈൻ ഇതിൽ എല്ലാത്തിലും വരുന്നതാണ് കേട്ടോ. അതായത് ബ്ലോക്ക് പ്രിൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ആ പ്രിൻറ്റ് വരത്തില്ല, ഇങ്ങനെ സ്പ്രെഡായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ. അത് ഒറിജിനൽ ഐറ്റംസ് എല്ലാം തന്നെ അങ്ങനെയാണ്. ഇതിപ്പോൾ ഒറിജിനലിൻ്റെ തന്നെ ആ ഒരു സെമി ആയിട്ട് ചെയ്തെടുത്താലും അതേ ഫിനിഷ് തന്നെ അവർ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ബ്ലോക്ക് പ്രിൻറ്റ് അങ്ങനെ ഉദ്ദേശിക്കേണ്ട. ഇതെല്ലാം അതിൻ്റെ ആ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ രീതി അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. വെയിറ്റ് നമ്പർ AJ 527, റേറ്റ് 990. ഇത് ദുപ്പട്ടയ്ക്ക് ബ്ലൂ കളർ, ടോപ്പിന് നല്ല പിങ്ക് കളർ, നല്ല കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതും അടിപൊളിയാണ് കേട്ടോ. എല്ലാ ഷെയ്ഡ്സും നല്ല ഇതുപോലെ വരും. ഞാൻ പറഞ്ഞത് ഈ പ്രൈസ് റേഞ്ചിൽ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല ഐറ്റം. വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ദുപ്പട്ട മാത്രം സെപ്പറേറ്റ് ഒന്ന് വാഷ് ചെയ്യുള്ളൂ കേട്ടോ. ടോപ്പിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ബ്ലൂ കളർ കാണുമ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞു പോകുന്ന കേട്ടോ. ഇങ്ങനെ എല്ലാത്തിനും ഒന്നും ഇത് കാണണമെന്നില്ല. ഞാൻ ഇതിപ്പം എല്ലായിടത്തും വാഷ് ചെയ്ത് നോക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കോട്ടൻ്റെ ടച്ച് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കഴുകി നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളർ കാർഡ് മുക്കുക. കളർ പോകുന്നത് മെറ്റീരിയൽ കംപ്ലൈൻ്റ് ആയിട്ട് കണക്ക് കൂട്ടുന്നവരാണ് എല്ലാവരും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഡൈ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഡാർക്കർ ഷെയ്ഡ്സ്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഡൈയിങ്, അതിനൊക്കെ ആ ഒരു കളർ അതിൻ്റെ അകത്ത് ലോക്ക് ചെയ്യാത്തതുകൊണ്ടാണ് കുറച്ച് കളർ പോകുന്നത്. എന്ന് വെച്ചാൽ മെറ്റീരിയൽ ഡാമേജ് അല്ല, അത് കളർ കാർഡ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ മേടിച്ച് മുക്കിയാൽ മതി, അല്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യണം. അപ്പോൾ അതാ ഒരു മെത്തേഡിൻ്റെ ആട്ടോ, നമുക്ക് ആ ഒരു ഡൈയിങ് മെത്തേഡിൻ്റെയാണ് അങ്ങനെ കളർ പോകുന്നത്. എന്ന് വെച്ചാൽ മെറ്റീരിയലിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഭയങ്കര റഫായിട്ടൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു മങ്ങലോ അങ്ങനെയൊക്കെ വന്നെന്നിരിക്കും. നമ്മൾ വാഷ് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും അനുസരിച്ചിരിക്കും മെറ്റീരിയലിൻ്റെ ഭംഗി പിന്നീട് കാണാനാണെങ്കിലും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ സെറ്റിൻ്റെ ലുക്ക് വരുന്നത്. നമ്പർ AJ 528, റേറ്റ് 990. നമുക്ക് നാലാമത്തെ ഷെയ്ഡ്, ഇതിലും ബ്ലൂ തന്നെയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 മെറൂണിൻ്റെ കോമ്പിനേഷൻ, 2 ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ അങ്ങനെയാട്ടോ വന്നേക്കുന്നത്. ഇത് ഗ്രീനും ബ്ലൂവും കൂടെ ആയിട്ടുള്ള മിക്സഡ് കളർ കോമ്പിനേഷനാണ്. ബോട്ടം ബ്ലൂ കളർ, ടോപ്പും ബോട്ടം കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ദുപ്പട്ട കുറച്ചുകൂടെ നമുക്ക് ആ ഒരു റയോൺ സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നമ്പർ AJ 530 നമ്പർ, റേറ്റ് 999.